എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കോടതിയിലേക്ക് ഗാഥനയും കൊണ്ട് ഓടിക്കേറി വരുവാണ് മഹേശ്വരന്. അങ്ങനെ വന്ന് ഇന്ന് കഴിഞ്ഞപ്പോ സാറേന്നൊരു വിളിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജഡ്ജി ചോദിച്ചു, ആരാ നിങ്ങള്, എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് വക്കീല് പറഞ്ഞു, ഇതാണ് കേസിലെ ഒന്നാം സാക്ഷിയായ ഗാഥ എന്ന് പറയാണ്. ഓ, ഈ കോടതിക്ക് ഒരു സമയമൊക്കെ ഉണ്ട്, അതിൻ്റെതായ സമയനിഷ്ഠകളൊക്കെ പാലിക്കണ്ടെന്ന് ചോദിക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിക്കണം. പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു, ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് വഴി കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ സാധിക്കാത്ത സാർ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് കോടതി ഗാഥേനെ വിസ്തരിക്കാനായിട്ട് വക്കീലിനോട് പറയാണ്. അങ്ങനെ കോടതിയിലേക്ക് കയറ്റി, പ്രതികൂട്ടിലേക്ക് കയറ്റി വിസ്തരിക്കാനായിട്ട് നിർത്തുവാണ്. അങ്ങനെ ഗാഥേനെ വിസ്തരിക്കാൻ തുടങ്ങുവാണ് വക്കീല്. പിന്നീട് വക്കീല് ഗാഥയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഗാഥയോട് ചോദിച്ചപ്പോൾ ഗാഥ പറഞ്ഞു, അന്ന് ഞാൻ കോളേജിൽ നിന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറുക്ക് വഴി കയറിയാണ് വീട്ടിലേക്ക് പോയത്. ഈ പോകുന്ന വഴിക്കാണ് ബാലാജിയുടെ ഒരു ഗോഡൌൺ എത്തിയത്. അതിന്റെ മുന്നിൽ വന്ന് ഇപ്പത്തേനും ഒരു വലിയ അലർച്ച കേട്ടു. ഒരു പെൺകുട്ടിയുടെ ഒരു അലർച്ച കേട്ടെന്ന് പറയണം. വല്ലാത്തൊരു കരച്ചിലായിരുന്നു പറയണം. ആ കരച്ചിൽ കേട്ട് എനിക്ക് പോകാൻ തോന്നില്ല. എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു മതിലുണ്ടായിരുന്നു, മതിലിന്റെ അവിടെ കയറി അകത്തേക്ക് നോക്കി. പിന്നീട് അവിടെ കാണുന്ന കാഴ്ച അത്ര വലിയ ഭയാനകമായ കാഴ്ചകളായിരുന്നു പറയാണ്. പിന്നീട് അത് എന്താന്ന് പറയുന്നില്ല. പക്ഷെ ഗാഥ ഇങ്ങനെ വിസ്തീരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ കാണുന്ന ഓരോ കാഴ്ചകളും ആ കാഴ്ചകളെ വ്യക്തമായിട്ട് വിസ്തീരിച്ചു കൊടുക്കുമായിരുന്നു. ആ കാഴ്ചകളൊക്കെ ഞാൻ അവിടെ കണ്ടേ. പിന്നീട് ഗാഥ പൊട്ടിക്കരയാണ്. ഗാഥയ്ക്ക് ബാക്കി പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വക്കീൽ വെച്ച്, കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് ഗാഥ പറയണം. കാരണം ഗാഥ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഗാഥയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലാജി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ബാലാജി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാ പ്രതീക്ഷകളും ബാലാജിയുടെ തകർന്ന് തരിപ്പണമായി പോയത്. ഇത്രയും സമയം അല്ലെ ഇത്രയും നാളായിട്ട് താന് അവള് വരത്തില്ല, ആ ഒരു ചിന്തയിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഗാഥ വന്ന് അങ്ങനെ സാക്ഷിമൊഴി കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് മഹേശ്വരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗാഥയുടെ കരച്ചിലൊന്നും കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് മഹേശ്വരന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് വാവച്ചൻ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, സാറ് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. എന്താ വാവച്ച, എന്താ? സാറല്ല, ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഗാഥനെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. ഈ എന്നോട് പോലെ സാറ് ചതിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കുകയാണ്. എന്നോടെങ്കിലും സത്യങ്ങളൊക്കെ സാറിന് തുറന്നു പറയാമെന്ന് പറയാം. പിന്നെ നിന്നോട് ഞാൻ ഇന്നലെ സത്യം തുറന്നു പറഞ്ഞല്ലേന്ന് ചോദിക്കും. എന്നോട് എപ്പ പറഞ്ഞു? താൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ തന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വാവച്ചൻ ആലോചിച്ച് നിൽക്കുക. മഹേശ്വരൻ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കാരണം തലേദിവസം ഇവർ രണ്ടുപേരും കൂടെ മദ്യപിക്കുന്ന സമയത്ത് വാവച്ചനും മഹേശ്വരനും കൂടെ മദ്യപിക്കുമായിരുന്നു. അങ്ങനെ മഹേശ്വരൻ നന്നായിട്ട് മദ്യപിച്ച സമയത്ത് വാവച്ചൻ ചോദിച്ചു, സാറേ മതിയില്ലേ, ഇനി എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ടാണെങ്കിൽ സാറിന്റെ കരള് പോകുന്നു പറയണം. കരളോ? എന്റെ കരലല്ലേടാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കരളിന്റെ കരളായ മോള ഗാഥ അറിയാവോ? അവളുടെ ജീവനല്ലേ ഞാൻ തകർത്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കണം. സാറേ ഒരു കാര്യം പറഞ്ഞേക്കാം, സാർ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. എങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരിക്കൂടൂ, ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചു. തനിക്കറിയാലോ, സുജാതയും മോളും അവരെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ ഇത്രയും കാലം ഞാൻ പൊത്തിപ്പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാലേ ഇപ്പോഴേ എനിക്ക് അവനെ ബാലാജിക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. സാർ അതൊക്കെ വിട്ടുകളാം. അവളെ കൊണ്ടുപോയി ആ ബാലാജിക്ക് കൊടുക്കുന്നതോടുകൂടി സാറിന്റെ ഭാരം അങ്ങ് തീരില്ലെന്ന് ചോദിക്കണം. ബാവച്ച ഒരു കാര്യം വിചാരിക്കണം, ഇത്രയും കാലം അച്ഛൻ ആരെന്ന് ചോദിച്ചിട്ട് പോലും അവരുടെ മുന്നിൽ തല കുനിച്ച് നിന്ന എൻ്റെ മോള്, ആ മോളെ അവളുടെ അമ്മേനെ ഞാൻ ചതിക്കുന്നേന്ന് പറയണം. സാറേ അവരെ ചതിക്കുന്നതായിട്ട് സാറ് കൂട്ടണ്ട. എടോ, ഞാൻ എൻ്റെ ഭാര്യ ലക്ഷ്മീനെ ഞാൻ ദൈവത്തെ പോലെ കണ്ടുകൊണ്ടിരുന്നേ. ആ സമയത്താണ് സുജാത വന്നേ. സുജാതയോടും ഞാൻ നെറിയാടെ കാണിച്ച്, അവളെ എനിക്ക് ഇഷ്ടമാണ്. രണ്ടുപേരോടും എനിക്ക് പ്രണയമായിരുന്നു. പക്ഷെങ്കിൽ രണ്ടുപേരും ഞാൻ ചതിക്കുമല്ലേടാ ചെയ്ത്. എനിക്ക് എൻ്റെ മോള് അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേ ഞാൻ സുജാതയുടെ ജീവിതത്തിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ അവളിപ്പം നല്ലൊരു ജീവിതം നയിക്കേണ്ട. അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് അച്ഛനൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഗാഥയ്ക്ക് ഒരാളെ കിട്ടിയാനും. പക്ഷെ അവളുടെ ജീവിതം ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ലടാ. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കുമെന്ന് പറയണം. ദേ മഹേശ്വര സാർ ഇപ്പൊ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയണേ. ആ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സാറ് വേദനിക്കണ്ട കേട്ടോ. ആ കാര്യങ്ങളൊക്കെ വിട്ടുകളാ, അല്ലെങ്കിൽ അഭിഹിതത്തിലുണ്ടായ സന്തതിയല്ലേ, അവരെ മോളെ അങ്ങ് മറന്നു കളഞ്ഞേക്കാൻ പറയാണ്. തനിക്കിത് എളുപ്പമെന്ന് പറയാൻ കഴിയും, പക്ഷെ എന്നെ സംബന്ധിച്ച അങ്ങനെയല്ല. എൻ്റെ മോള് എൻ്റെ ജീവന്റെ ഒരു ഭാഗമാടാന്ന് പറയാണ്. സാറ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാലാജിയുടെ സ്വഭാവം അറിയാലോ. അയാൾക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടാണെങ്കിൽ പിന്നെ നമ്മളെ വെറുതെ വെച്ചേക്കല്ല, എന്നെ സാറിനെ എല്ലാവരെയും തീർക്കുവന്. അതുകൊണ്ട് അയാൾക്കെതിരായിട്ട് ഒരു കാരണവശാലും ഗാഥനെ കൊണ്ടല്ലേ. അല്ലേലും മഹേശ്വര സാറിന് എന്തിന്റെ കേടാ, നല്ല ഒന്നാന്തരം ജീവിതമല്ലേ. ആ ലക്ഷ്മി അമ്മയെ ഗൗതം സാറും ഒത്തട ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കണേ.
എന്തിനാ ആ ജീവിതം കൊണ്ടേ തറക്കുന്നേ? അവളെ എങ്ങോട്ട് വിട്ടുകൊടുക്ക്. അതോടുകൂടി ആ ശല്യം തീരും. ഇനി ആരും തല പൊയ്ക്കൊണ്ട് വരത്തില്ല. സാറിനെ ധൈര്യമായിട്ട് നടക്കുകയും ചെയ്യാന്ന് പറയാണ്. പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു, അതേടോ, പിന്നെ ബാലാജിനെ പേടിക്കാൻ നടക്കാലോ. ബാലാജിനെ പേടിക്കാൻ നടക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ചെയ്തിരിക്കുന്നത് പറയാണ്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ല എന്താ സാറ് ചെയ്തിരിക്കുന്നത്? ബാലാജി അവനാണല്ലോ ഭീഷണി. കാതെ വെച്ച് ആ ഭീഷണി ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയണം. അല്ല സാറ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതന്നെയാടോ. ഇപ്പൊ പ്രശ്നം ബാലാജിയാണല്ലോ. ബാലാജി പ്രശ്നം അവസാനിപ്പിക്കാൻ പോവാ ഗാഥനെ വെച്ച്. സാറിന് ഇപ്പോഴെങ്കിലും ഈ ബുദ്ധി തോന്നും നന്നായി. എത്രയും പെട്ടെന്ന് ആ ഗാഥനെ കൈമാറണം. നാളെ രാവിലെ ഞാൻ വരാം. കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. താൻ ധൈര്യമായിട്ട് പോരാൻ പറയാണ്. ഇതെല്ലാം വാവച്ചന്റെ മനസ്സിൽ കൂടെ കടന്നു പോകും. അപ്പൊ ഇതായിരുന്നു സാറിന്റെ പ്ലാന്. കാരണം ഗാഥയെ ഇവിടെ കൊണ്ടുവരാനായിട്ടായിരുന്നു. ഗാഥ എല്ലാവരുടെയും മുന്നിൽ കൊണ്ട് സാക്ഷിമൊഴി പറയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മഹേശ്വര സാറിന് ഓർത്തു വെച്ചിരുന്നത്. പക്ഷെ താനാണ് അയാളെ തെറ്റിദ്ധരിച്ചത്. അപ്പൊ എല്ലാവരും ചതിക്കും അയാൾ ചെയ്തത്. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരന് ബാബച്ചന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. പിന്നീട് അകത്ത് ഗാഥ ഇങ്ങനെ വീണ്ടും സാക്ഷിമൊഴി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഗാഥയുടെ കണ്ണുകളുടെ രണ്ടെണ്ണം നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്ന്. ഇതിന്റെ പേരിൽ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അറിയാവോ, എനിക്ക് നേരെ വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. എന്നെ അമ്മേനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലവട്ടം ഇയാൾ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾ ഇയാളെ കുറിച്ചുള്ള ഭയത്താലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പേടിയില്ലാതെ ജീവിക്കണം സാറ്. അതിനു വേണ്ടി സാറിന്റെ തുണയുണ്ടാവണമെന്ന് പറയുവാണ്. സാറ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് കൈ കൂപ്പി ജഡ്ജിയോട് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പെട്ടെന്ന് ഈ ജഡ്ജി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നേരെ വധഭീഷണി ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ, അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇയാൾ നിങ്ങൾ ഉപദ്രവിക്കുന്നതായിട്ടോ ഭീഷണിപ്പെടുത്തായിട്ടോ അങ്ങനെ മറ്റോ എന്തോ. ഈ സമയത്ത് ബാലാജിയുടെ വക്കീൽ ഭയങ്കര സന്തോഷത്തിലായി. ഇവൾ എന്ത് തെളിവ് കൊടുക്കാനാ? ഒരു തെളിവും കാണത്തില്ല, രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഗാഥ പറഞ്ഞ് തെളിവുണ്ടെന്ന് പറയാണ്. ഞാൻ അതിന്റെ വീഡിയോസ് പിടിച്ചിട്ടുണ്ടായിരുന്നു പറയാ. ബാലാജിയും വക്കീലും എല്ലാം ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. പെട്ടെന്ന് മഹേശ്വരൻ, അച്ഛ ആ ഫോണിങ് തരാൻ പറയണേ. ഗാഥയുടെ ഫോൺ അങ്ങോട്ട് കൊടുക്കുക. ഗാഥ ഫോണ് കോടതിക്ക് കൈമാറുവാണ്. അങ്ങനെ ജഡ്ജി ആ വീഡിയോസ് എല്ലാം കാണുക. ജഡ്ജിക്ക് ബോധ്യമായി. പിന്നീട് പറഞ്ഞു, ബാലാജി ഇവിടെ കുറ്റക്കാരനാണെന്നും അയാൾ നിരന്തരം ഗാഥയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനാൽ കോടതിക്ക് ബോധ്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് അയാളെ ഇനി അയാളുടെ റിമാൻഡ് കാലാവധി അയാളുടെ പരോള് കാലാവധി അവസാനിച്ച അയാളെ വീണ്ടും ജയിലിലേക്ക് തന്നെ വിടാനായിട്ട് ഈ കോടതി ഉത്തരവിടുന്നു പറയാണ്. കോടതി ഉത്തരവിടുന്നു. അത് മാത്രമല്ല, ഇനി അയാള് കുറ്റക്കാരനാന്ന് കോടതിക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഈ കോടതി തീരുന്ന സമയത്ത് അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നും കൂടെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലാജിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി, വെപ്രാളായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഈ സോറി, പരോളല്ല കേട്ടോ. അയാളെ ബാലാജിയെ ജാമ്യമില്ലാതെ അയാളുടെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ കോടതി ഉത്തരവിടുവെന്നാ പറഞ്ഞ്. പരോളെന്ന് പറഞ്ഞ് മാറിപ്പോയതാ കേട്ടോ, സോറി കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗാഥയ്ക്കും മഹേഷിനും ഭയങ്കര സന്തോഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇതിലായിരുന്നു അവര്. അങ്ങനെ മഹേശൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഈ സമയത്ത് ഗാഥ വെളിയിലേക്ക് വരുവാണ്. അച്ഛനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഓർത്ത് ബാലാജി എന്ന ദുഷ്ടന് അച്ഛൻ എന്നെ കൈമാറാൻ വേണ്ടിയിട്ടാ കൊണ്ടിരുന്നതെന്ന് പറയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം അച്ഛാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, മോളെ നിന്നെ എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നീ എന്റെ ജീവനല്ലേ, എന്റെ രക്തമല്ലേ നീ. നിന്നെ വിട്ടുകൊടുക്കാനായിരുന്നെങ്കിൽ ഇത്രയും കാലം ഞാൻ നിന്നെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നെ വിട്ടുകൊടുത്തിട്ട് ഈ അച്ഛനൊരു ജീവിതം വേണ്ടടാ. എന്റെ ജീവിതം തകർന്നാലും ഇനി ആരൊക്കെ സത്യങ്ങൾ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എല്ലാരെക്കാളും വലുത് എന്റെ മോള് തന്നെയാ, എന്റെ മോളുടെ ജീവനാ. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ ഒരുക്കുക. അതല്ലേടാ നിന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ കളിക്കേണ്ടി വന്നു. എന്തിനാണെന്നറിയാവോ? എന്റെ മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കരുത്. എന്റെ മോളെ ഒരാപത്തും കൂടാതെ ഈ കോടതിയിൽ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നാടകങ്ങൾ കളിച്ചേ. പെട്ടെന്ന് ഗാഥ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്. അത്രയ്ക്ക് സങ്കടം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന്റെ നന്മ അങ്ങനെ ഗാഥ തിരിച്ചറിയുമായിരുന്നു. ഈ സമയത്താണ് ബാലാജിനെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നു പറഞ്ഞു, എടാ മഹേശ്വര, നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാനും ഇപ്പൊ അകത്തേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ എന്റെ ബാക്കി ആൾക്കാർ പുറത്തുണ്ട്. നിന്നെ അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലൂടാ. ആ കാഴ്ചയ്ക്ക് വേണ്ട ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. അധികം വൈകാതെ തന്നെ സംഭവിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ മഹേശ്വരൻ പറഞ്ഞു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പുല്ലും ഇല്ലടാ. നീ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ലടാന്ന് പറയാണ്. ബാലാജിനെ പോലീസുകാരങ്ങോട്ട് കൊണ്ടുപോകണം. ഈ സമയത്ത് ഗാദിയോട് മഹേശ്വരൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ. ഇനി അവനങ്ങനെ അകത്തുനിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട്
ഗാഥനെ ചേർത്ത് പിടിക്കണം. അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.